ബാർക്കോഴ കേസിൽ കെ ബാബുവിനെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി. അതോടൊപ്പം തന്നെ UDF നേതാക്കളുടെ തലക്കനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്ന് AK ആന്റണി. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന് നേരെ ഇന്ന് ഉയരുമ്പോൾ ബാബുവിനെതിരെ എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇതോടൊപ്പം തന്നെ AK ആന്റണിയുടെ പരാമർശവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തകർന്നടിയാൻ കാരണം നേതാക്കളുടെ തലക്കനം എന്ന രീതിയിലാണ് AK ആന്റണിയുടെ പ്രസ്താവന വന്നിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ അധികാരികൾക്ക് അധികാരത്തിൽ തുടരാൻ മാത്രമാണ് അവകാശമെന്ന് ജേക്കബ് തോമസ് പ്രതികരണം നടത്തുമ്പോൾ ഈ വിഷയം സമഗ്രമായി പരിശോധിക്കുമ്പോൾ ആന്റണി രാജു, അതോടൊപ്പം SR ശക്തിധരൻ, P രാജൻ, R ബാലകൃഷ്ണപിള്ള ടെലിഫോണിൽ, ലാലി വിൻസെന്റ് ടെലിഫോണിൽ, മറ്റ് ഘടകകക്ഷികൾ നേതാക്കളെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ബാർക്കോഴ കേസിൽ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഈ വിഷയം പരിഗണിക്കുമ്പോൾ ആന്റണി രാജു, അതോടൊപ്പം തന്നെ SR ശക്തിധരൻ, P രാജൻ, PK രാജു എന്നിവർ തത്സമയം ആദ്യം ആന്റണി രാജുവിലേക്ക്, എന്താണോ കേരള കോൺഗ്രസ് എം ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ, അത് ഇരട്ടത്താപ്പ്, ഇരട്ട നീതി എന്നുള്ളത്, ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ ആ ചോദ്യം ചോദിക്കുന്നു. ശ്രീ ആന്റണി രാജു, താങ്കളാണ് ഇത് ആദ്യമായി ഈ ചോദ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീപ്പിൾ TVയിലൂടെ 11 മണി ഹാപ്പനിങ് അവേഴ്സ് ചർച്ചയിൽ ഉയർത്തിയത്. അല്ല, ഇതിപ്പോൾ അതൊരു മാണിസാറുമായി ബന്ധപ്പെട്ട കേസിന്റെ ഒരു പരിസമാപ്തി ഏതാണ്ട് കഴിഞ്ഞു. ഒരു മാധ്യമ പ്രവർത്തകനാണ്. CPM-ന്റെ നിലപാടുകളെ കുറിച്ച് എല്ലാവരും അറിയാം. ഇപ്പോൾ നിലപാടുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോയാലുണ്ടല്ലോ, മറുപടി കേരള കോൺഗ്രസിന്റെ നേതാവ് രാത്രി പത്രസമ്മേളനം നടത്തി ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണെന്ന്. നേരം വെളുത്തപ്പോൾ പഴം പോലെ ഉതിർന്നു. KM ജോർജ് എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞതാ? രാജനോട് ചോദിച്ചു നോക്ക്, രാജൻ പറഞ്ഞു തരും. എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അല്ല, ഞാൻ അദ്ദേഹത്തെ അവമതിച്ചു പറയുന്നതല്ല, അങ്ങനത്തെയുള്ള അഭിപ്രായമുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ ചർച്ചയിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഉരുത്തിരിയുന്നതെന്ന് പറഞ്ഞാൽ ആന്റണി രാജുവിന്റെ നിലപാട്, ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി രണ്ടാണ് അവരെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ശ്രീ ആന്റണി രാജു ജോസഫിന്റെ നേതൃത്വത്തിൽ അവർ 3 പേര് ഇവിടെ പോസ്റ്റർ വെച്ചിരിക്കുന്നു. നോക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു, അതല്ലേ ഞാൻ ഈ പറഞ്ഞത്. P രാജനിലേക്ക്, ശ്രീ P രാജൻ, SRS ചൂണ്ടിക്കാണിക്കുന്നു, ഇന്ന് ഒരുപക്ഷെ KM മാണിക്കെതിരെ അന്ന് ഹൈക്കോടതി വിധി വന്നപ്പോൾ KM മാണിയോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അത് തോമസ് ഉണ്ണിയാടൻ അടക്കം ഒരാളല്ല നിരവധി പേർ ആവർത്തിച്ചു പറഞ്ഞു, തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിനേക്കാൾ മാണിക്ക് അനുകൂലമായ വിധിയാണ് ഹൈക്കോടതിയുടേത്. എന്നിട്ടും 3 നേതാക്കളുടെ പരസ്യ പ്രസ്താവന, അത് VM സുധീരൻ, അതോടൊപ്പം തന്നെ VD സതീശൻ, അതോടൊപ്പം TN പ്രതാപൻ ചാനലുകളിൽ പരസ്യമായി നടത്തിയ പ്രസ്താവനകളാണ് ദോഷമായത്, അനവസരത്തിലുള്ള പ്രസ്താവനകൾ. ഇന്ന് K ബാബുവിലേക്ക് വരുമ്പോൾ ആന്റണി രാജുവിന് 100% ആത്മാർത്ഥമായി KM മാണിക്ക് വേണ്ടി വാദിക്കാൻ പറ്റുന്നില്ല. ഒരു വിഭജനം, രാഷ്ട്രീയ വിഭജനം ആന്റണി രാജുവിന്റെ മനസ്സിലെങ്കിലും വളരെ ശക്തമായി നിലനിൽക്കുന്നു. അത് കേരള കോൺഗ്രസ് പഴയ J വിഭാഗത്തിന്റെ നിലപാടാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇതിലൊരു രാഷ്ട്രീയ മാനങ്ങൾ കാണേണ്ടതുണ്ടോ ഇന്ന് ആന്റണി രാജുവിന്റെ നിലപാടിൽ? ഒരാഴ്ച കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് ശരിയായ ഉത്തരവ് വരും എന്ന് ആന്റണി രാജു പറയുമ്പോൾ അത് അവരുടെ മുന്നണിയുടെ ഭാവിയെ കരുതിയിട്ടുള്ള കെട്ടുറപ്പിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാട് എന്ന നിലയിൽ അത്ര വലിയൊരു തെറ്റായ നിലപാടാണെന്ന് പറയാൻ പറ്റില്ല. ഒരാഴ്ചക്കുള്ളിൽ കാര്യം എന്തായാലും വരുമല്ലോ. നേരത്തെ ഇപ്പോൾ പറഞ്ഞതിനെ പറ്റി എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, 2ാം ഘട്ടത്തിൽ രമേശൻ പറഞ്ഞതിന് ശേഷം ബാബുവിൻ്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ ഒരു ന്യായവും കണ്ടുന്നില്ല. അത് തന്നെയായിരിക്കണം ഹൈക്കോടതി ചോദിച്ചത്. വ്യക്തമായ രേഖകൾ ഹൈക്കോടതിയുടെ മുമ്പിലുള്ളതുകൊണ്ടായിരിക്കാം ചോദിച്ചത്. ഇപ്പോൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം എന്ന് ശ്രീ രാജു പറഞ്ഞതിൽ വലിയ ഒരു തെറ്റ് മുന്നണി സംവിധാനത്തിൽ ഞാൻ കാണുന്നില്ല.